അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വിജയത്തിനൊപ്പം രാഹുൽ ഗാന്ധിക്ക് മറ്റൊരു പൊൻകിരീടം കൂടി. ട്വീറ്റുകളിൽ ആളുകൾ ചെലവഴിക്കുന്ന സമയത്തിന്റെ കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയേക്കാൾ മുന്നിലാണ് കോൺഗ്രസ് അധ്യക്ഷനെന്നാണ് പുതിയ കണ്ടെത്തൽ. ട്വിറ്ററിലെ ഫോളോവേഴ്സിന്റെ കണക്കിൽ രാഹുലിനേക്കാൾ എത്രയോ മുൻപിലാണ് മോഡി. ട്വീറ്റുകളുടെ എണ്ണത്തിലും മോഡി മുൻപിലാണ്. എന്നാൽ ഈ ട്വീറ്റുകളിൽ ആളുകളെ സ്വാധീനിക്കുന്ന അളവെടുത്താലാണ് രാഹുൽ മുൻപിലെത്തുന്നത്. കോൺഗ്രസ് അധ്യക്ഷനായി സ്ഥാനമേറ്റതിനു ശേഷമാണ് രാഹുലിന്റെ ട്വിറ്റർ എൻഗേജ്മെന്റിൽ പ്രകടമായ മാറ്റം. കൃത്യവും ശക്തവുമായ അഭിപ്രായ പ്രകടനങ്ങൾ ജനങ്ങളെ രാഹുലിലേക്ക് അടുപ്പിച്ചുവെന്നാണ് വിലയിരുത്തൽ. രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റുകളിലെ പ്രതിപാദ്യ വിഷയങ്ങളിലും ഉണ്ട് പ്രത്യേകതകൾ. അതിനെ മൂന്നായി ഇങ്ങനെ സംഗ്രഹിക്കാം. മോഡി, കർഷകർ, തൊഴിലില്ലായ്മ. നേതാക്കൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളിൽ മോഡി രാഹുൽ എന്ന് പറയുന്നേയില്ല എന്ന പ്രത്യേകതയുമുണ്ട്. വിദേശകാര്യം തൊട്ട് പിറന്നാൾ ആശംസകൾ വരെ നാനാവിധ വിഷയങ്ങളിൽ മോഡി ട്വീറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ രാഷ്ട്രീയത്തിനാണ് രാഹുൽ പ്രാധാന്യം നൽകുന്നത്. 2017 ജനുവരി മുതലുള്ള കണക്കിൽ ചില മാസങ്ങളിൽ മോഡി 400-ലധികം ട്വീറ്റുകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ രാഹുൽ ചെയ്തത് 200-ൽ താഴെ. ശരാശരി ട്വീറ്റുകളുടെ എണ്ണം മോഡിക്ക് 300 വരെയാണെങ്കിൽ രാഹുലിൻ്റേത് 100-ൽ താഴെ മാത്രം. എന്നാൽ ട്വീറ്റുകൾ മറ്റുള്ളവർ പങ്കുവയ്ക്കുന്നതിൽ രാഹുൽ മോഡിയെ ബഹുദൂരം പിന്നിലാക്കുന്നു. ശരാശരി 4000, 6000, പരമാവധി 8000. എന്നാൽ മോഡിയാകട്ടെ ശരാശരി 1000, പരമാവധി 4000 ആണ്. ട്വീറ്റിനുള്ള മറുപടിയിലും ഈ അന്തരം കാണാം. രാഹുലിന്റെ ഓരോ ട്വീറ്റിലും ശരാശരി 2000, 2500 മറുപടി കിട്ടാറുണ്ട്. പരമാവധി 3500. എന്നാൽ മോഡിക്ക് ലഭിക്കുന്ന മറുപടി താരതമ്യേന കുറവാണ്. ശരാശരി 500, പരമാവധി 1000. ട്വീറ്റുകൾക്കുള്ള ലൈക്കിലും ഈ വ്യത്യാസം കാണാം. രാഹുലിന് പരമാവധി 30,000-ത്തിലേറെ ലൈക്കുകൾ കിട്ടുമ്പോൾ മോഡിക്ക് ഏതാണ്ട് 20,000 ആണ്.